ഏകദേശം 7 ദിവസമായി ഞാൻ വിവോ V70 Lite ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ബ്രോ ഈ ഒരു സാധനത്തിന് റിവ്യൂ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇതൊരു ടിപ്പിക്കൽ വിവോ V സീരീസ് പോലെയല്ല. ബിക്കോസ് ജനറലി V സീരീസ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ലുക്കുള്ള എന്നാൽ അടിപൊളി ക്യാമറയുള്ള ഫോണുകളായിരിക്കും. പക്ഷെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും V സീരീസിന് ഒരു ഫോക്കസ് ആയിരുന്നില്ല ഇത് ഇറങ്ങുന്നത് വരെ. സ്നാപ്ഡ്രാഗൺ 8s Gen 3. സോ ദ ബിഗ് ക്വസ്റ്റ്യൻ, വിവോ ഫൈനലി ഒരു ഓൾറൗണ്ടർ V സീരീസ് സ്മാർട്ട് ഫോൺ ഇറക്കിയോ ഇല്ലയോ എന്നുള്ളതാണ്. എന്നാലും ഓൾറെഡി ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഫോക്കസ് എന്ന് പറയുന്നത് പെർഫോമൻസ്. എനിക്കറിയാം ഇറ്റ് ഫീൽസ് വിയേർഡ്, കാരണം ഒരു V സീരീസ് ഫോണിന് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നോർമൽ. ബട്ട് 2026 സ്മാർട്ട് ഫോൺസ് കോമ്പറ്റീറ്റീവ് ആയി തുടങ്ങി. സോ അവരവരുടെ ഫോണുകൾ ഇംപ്രൂവ് ചെയ്തേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആദ്യമായിട്ട് വിവോ V സീരീസിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സ്നാപ്ഡ്രാഗൺ 8 സീരീസിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 8s Gen 3 കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ അത് ഒരു ഒക്ടാ കോർ പ്രോസറാണ്, 4 നാനോമീറ്റർ ആണ്. പക്ഷേ ഇത് ഒരു ന്യൂവർ കോൺഫിഗറേഷൻ വരുന്നത്. അതെന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ കോഴ്സ് കാണിച്ചു തരാം. അതിനകത്ത് 3 എഫിഷ്യൻസി കോറുകളാണ് 2016 മെഗാഹെർട്സിന്റെ. പിന്നെ 4 പെർഫോമൻസ് കോറുകളുണ്ട് 2803 മെഗാഹെർട്സിന്റെ. എന്നാൽ ഒരു പ്രൈം കോർ അഥവാ കുറച്ച് ഹൈ പെർഫോമൻസ് കോർ ഉണ്ട്, അത് 3014 മെഗാഹെർട്സ് വരെ പോകും. സോ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. AnTuTu സ്കോർസ് റൺ ചെയ്ത് നോക്കുമ്പോൾ V70 Lite ഓൾമോസ്റ്റ് 1.8 മില്യൺ സ്കോർസ് പോകുന്നുണ്ട്. Geekbench 6ന്റെ സിംഗിൾ കോർ സ്കോർ 1900 ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഈ സെഗ്മെന്റിലുള്ള പല ഫോണിനേക്കാളും മുകളിലാണത്. ആൻഡ് മൾട്ടി കോർ സ്കോർ ഓൾമോസ്റ്റ് 4700 വരുന്നുണ്ട്. സിംഗിൾ കോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് UI ഭയങ്കര സ്നാപ്പി ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, വളരെ റെസ്പോൺസീവ് ആയിരിക്കും. ഡേ ടു ഡേ യൂസിനാണ് ഈ സിംഗിൾ കോർ സ്കോർ മാറ്റർ ചെയ്യുന്നത്. ഇനി മൾട്ടി കോർ സ്കോറുകൾ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിൽ കൂടി ജഗിൾ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ആൻഡ് ഓൾസോ ഗെയിമിങ്ങിന്റെ ടൈമിൽ. ഇനി ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഓൾമോസ്റ്റ് 72% ആണ് CPU സ്റ്റെബിലിറ്റി വരുന്നത്, വിച്ച് ഇസ് ഗുഡ്. സോ പെർഫോമൻസ് വളരെ കൺട്രോൾഡ് ആണ് ആൻഡ് ത്രോട്ട്ലിംഗ് അത്ര അഗ്രസീവും അല്ല. ഇനി ഇതിന്റെ GPU നല്ലപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഹാർഡ്വെയർ ലെവൽ റേ ട്രേസിംഗ് ലഭിക്കുന്നുണ്ട് ഗെയിമിങ്ങിന് വേണ്ടി. Adreno GPU ആണല്ലോ. 3D മാർക്ക് എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള റൺ ചെയ്ത് നോക്കി. സോളാർ ബെയിൽ ഓൾമോസ്റ്റ് 12 to 13 FPS ഒരു ആവറേജ് കിട്ടുന്നുണ്ട്. സ്റ്റീൽ നൊമാഡ് ലൈറ്റ് ഓൾമോസ്റ്റ് 5 to 6 FPS ആവറേജും. പിന്നെ ബെസ്റ്റ് ലൂപ്പ് സ്കോർ ഓൾമോസ്റ്റ് 7800 വരുന്നുണ്ട്. ദാറ്റ് ടു വിത്ത് അറൌണ്ട് 80% സ്റ്റെബിലിറ്റി. ആൻഡ് പീക്ക് ടെമ്പറേച്ചർ അറൌണ്ട് 36 degrees ആണ് വരുന്നത്. ആൻഡ് ഓൾസോ സ്റ്റോറേജ് സ്പീഡ്സ് റിയലി ഫാസ്റ്റ് ആണ്, ഒന്നും കംപ്ലൈന്റ് ചെയ്യാനില്ല. ഇനി ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. Genshin Impact ഓൾമോസ്റ്റ് ഒരു 30 minutes കണ്ടിന്യൂസ്ലി ഞാൻ കളിച്ചു നോക്കി. 60 FPS കളിച്ചത്, ബട്ട് ഓൾമോസ്റ്റ് ഒരു 58 FPS ആവറേജ് ലഭിക്കുന്നുണ്ടായി. ആൻഡ് ടെമ്പറേച്ചേഴ്സ് അറൌണ്ട് 41 degrees വരെ പോകുന്നത് കണ്ടു. ഈവൻ AnTuTu റൺ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ആ ഒരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു. നമ്മുടെ ടെമ്പറേച്ചേഴ്സ് ഓൾമോസ്റ്റ് ഒരു 41 degrees വരെയാണ്. സോ ചെറിയൊരു വാമത്ത് നിങ്ങൾക്ക് ബാക്കിൽ വെരി ഹൈ ഇന്റൻസീവ് ടാസ്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ബട്ട് അത് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവുന്നുണ്ട്. എന്നാൽ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി ഇതേപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഗെയിമിംഗ് പെർഫോമൻസ് വരുന്നത്. എനിക്ക് ഹീറ്റിംഗ് പോയിട്ട് ചെറിയ വാമത്ത് എന്നുള്ള രീതിക്ക് പോലും അനുഭവപ്പെട്ടില്ല. സ്മൂത്ത് ഗെയിം പ്ലേ, ഒന്നും പറയാനില്ല. സോ ഇൻ ജനറൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് V സീരീസ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് വേറൊരു കാര്യം, ഞാനിപ്പോൾ ആസ്ഫോൾട്ട് ലെജൻഡ്സ് പോലെയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് ഇതിനകത്ത് 4D ഗെയിം വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഫോൺ ഇങ്ങനെ ഒന്ന് ഹാപ്റ്റിക്സ് വെച്ചിട്ട് ആ ഒരു ഫീൽ തരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക രസമുണ്ട്. ഇതിനകത്ത് ആ ഒരു എക്സ് ആക്സിസ് ലീനിയർ മോട്ടറാണല്ലോ. സോ ഓവറോൾ ഹാപ്റ്റിക്സ് ഇസ് ഗുഡ്. ഗെയിമിങ്ങിന് അത് കുറച്ചുകൂടി ഒന്ന് രസമാക്കുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിന്റെ സെറ്റപ്പ് Zeissന്റെ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 50 മെഗാപിക്സൽ നൈറ്റ് ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ ആൻഡ് 50 മെഗാപിക്സലിന്റെ ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ Zeissന്റെ ക്യാമറ സെറ്റപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ട V60ലും ഏകദേശം സെയിം തന്നെയായിരുന്നു. സോ ഹാർഡ്വെയർ വൈസ് സാധനം കാണുമ്പോൾ ഇത് സെയിം ആണല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ട്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഈ ക്യാമറ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു ലെൻസ് ഉണ്ട്, ബാക്കിലുള്ള സെൻസർ ഉണ്ട്, ഇതൊക്കെ ഫിസിക്കൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ കോമ്പറ്റൻസ് ആണ്. അത് അതിന്റെ മുന്നിൽ എന്താണുള്ളത് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. പക്ഷെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് മാജിക് പരിപാടി ചെയ്യുന്നത് ഇതിനകത്തുള്ള ISP അഥവാ ഇമേജ് സിഗ്നൽ പ്രോസസ്സറാണ്. എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് മേടിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു നല്ല ഷെഫിന് അതേ ഇൻഗ്രീഡിയൻസ് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുക്ക് ചെയ്യുമല്ലോ. ആ ഷെഫ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ISP. ഇതിനകത്തുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റിനകത്തുള്ള ISP എന്ന് പറയുന്നത് ക്വാൽകോമിന്റെ സ്പെക്ട്ര ISP ആണ്. ഈ ISPക്കകത്ത് നിങ്ങൾക്ക് 18 ബിറ്റിന്റെ ഒരു പൈപ്പ് ലൈൻ വരുന്നുണ്ട്. കമ്പയർ ടു 14 ബിറ്റ് ഒക്കെയാണ് MediaTek Dimensity 8450 വരുന്നത്. ഇതൊക്കെ എന്തുവാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 14 ബിറ്റ് എന്ന് പറയുന്ന ഒരു 16,000 ബ്രൈറ്റ്നസ് ലെവൽ എന്ന് വിചാരിക്കുക. 18 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2.6 lakhs ബ്രൈറ്റ്നസ് ലെവൽ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് കൂടുതൽ ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ HDR എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള സണ്ണ് ബാക്കിലുണ്ട്. നിങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ സെൽഫി എടുക്കുവാണെങ്കിൽ ആ ബാക്കിലുള്ള സ്കൈയും
സ്ക്രീനും നല്ല ക്ലിയർ ആയിട്ട് കാണണം, നിങ്ങളുടെ ഫേസും ക്ലിയർ ആയിട്ട് കാണണം. അപ്പോൾ അതിന് ഇത്രത്തോളം ബ്രൈറ്റ്നസ് ലെവൽസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ ബെറ്റർ ആയിട്ടുള്ള ISP ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ്. ഇനി ഇതിലും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫി പെർഫോമൻസ് എന്ത് രസമായിട്ട് നൈറ്റിൽ ഫോട്ടോ എടുക്കുന്നത്. അതിപ്പോൾ പ്രൈമറി ക്യാമറ ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ക്യാമറ ആയിക്കോട്ടെ, ടെലിഫോട്ടോ ക്യാമറ ആയിക്കോട്ടെ, സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്. ആൻഡ് അത്രയും നല്ല നൈറ്റ് ഫോട്ടോസ് കിട്ടാനും ഈ ഒരു സ്പെക്ട്ര ISPയുടെ ഒരു കൈയുണ്ട്. ഈവൻ അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സൽ ആണെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ യാതൊരു ഗ്രെയിൻസും ഇല്ല, ഒരു ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര പേർക്ക് ഒരു കാര്യം അറിയുമെന്നറിയില്ല, ഈ സ്പെക്ട്ര ISP ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ട്രിപ്പിൾ AI ISP എന്ന് പറയും. അപ്പോൾ ഈ ട്രിപ്പിൾ AI എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് 3 ക്യാമറയിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റും. സപ്പോസ് നിങ്ങൾ പ്രൈമറി ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ പ്രൈമറി ക്യാമറ ഫോട്ടോ എടുക്കുന്നു, ഈ പറയുന്ന ടെലിഫോട്ടോ ക്യാമറ ചിലപ്പോൾ ഡെപ്ത് മെഷർ ചെയ്യും, ഈ പറയുന്ന അൾട്രാ വൈഡ് ക്യാമറ ചിലപ്പോൾ അവിടുത്തെ HDRൻ്റെ ഡീറ്റെയിൽസ് മെഷർ ചെയ്യും. ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് ഈ ISPക്കകത്ത് വന്നിട്ട് ഫൈനൽ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒറ്റ സമയത്ത്. ഈവൻ നിങ്ങൾ വീഡിയോ ക്യാപ്ചറിങ് കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള 4K 60 FPS വീഡിയോ എടുക്കാം. ഇപ്പോൾ 1x നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് വീഡിയോ ഔട്ട്പുട്ട് റിയലി ഇഷ്ടമായി. ആ ഒരു 1x നിന്ന് നിങ്ങൾ ജസ്റ്റ് 2x എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 1x ക്രോപ്പായി 2x നിങ്ങൾക്ക് 4K 60 FPS സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഔട്ട്പുട്ട് തന്നെയാണ് ആ ഒരു 2x വരുന്നത്. ഇനി ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3x ക്ലിക്ക് ചെയ്താൽ ടെലിഫോട്ടോയിലേക്ക് സ്വിച്ച് ആയി നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറയിലും വീഡിയോ വരുന്നുണ്ട്. ആൻഡ് ടെലിഫോട്ടോ വീഡിയോസ് പോലും റിയലി എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിപ്സെറ്റിനകത്തുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്ക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു CPU GPU ഗെയിമിംഗ് മാത്രമല്ല, ഈ ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ 8s Gen 3 റിലീസ് 17 5G ആണുള്ളത്. ഈ റിലീസ് 17 5G സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള 5G, കുറച്ചുകൂടി പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 5G, കൂടുതൽ ഫാസ്റ്റർ 5G സ്പീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഓവറോൾ ഈ സ്നാപ്ഡ്രാഗണിൻ്റെ കൊളാബറേഷൻ കൊണ്ട് നമുക്ക് ഗുണമുണ്ടായി. കാരണം 8s Gen 3 വന്നതോടുകൂടി ഈ ഒരു V സീരീസ് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഫോണായി മാറി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ സ്മാർട്ട് ഫോണിനെ പറ്റി എനിക്ക് യാതൊരു കംപ്ലയിൻസും പറയാനില്ല. അൺബോക്സിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്താണ്. എന്നാലും ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഗ്രിപ്പ് സൈസ് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ല, ഒരു 6.59 ഇഞ്ചസിൻ്റെ ഒരു ഗോൾഡൻ ഗ്രിപ്പ് സൈസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത്തരത്തിലുള്ള ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോണാണ്. 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. വളരെ തിന്നായിട്ടുള്ള ബെസൽസ്, നിയർ ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അത് OLED ആണ്. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്മാർട്ട് ഫോൺ. എന്നിരുന്നാൽ പോലും IP68 IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫോം ഫാക്ടർ ആണ്. ആൻഡ് 6500 mAh വളരെ വലിയ ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, NFC-നെ സപ്പോർട്ട്, അഥവാ ടാപ്പ് ആൻഡ് പേയിനെ സപ്പോർട്ട്, ആൻഡ് ഫ്രണ്ടിലെ ഫിംഗർ പ്രിന്റ് സ്കാനർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ. ആൻഡ് എൻ്റെ ഹാപ്റ്റിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലൗഡ് ആണെന്ന് മാത്രമല്ല ഒരു ബേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ, അതായത് സ്മാർട്ട് ഫോൺസിലൊക്കെ ബേസ് ഫീൽ ചെയ്യാൻ കുറച്ച് പാടാണ്, ബട്ട് റിയലി ആ ഒരു ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു V സീരീസിനെ ക്യാമറ സെൻട്രിക് ഫോൺ അല്ലെങ്കിൽ ഡിസൈൻ ഫോക്കസ്ഡ് ഫോൺ എന്ന് പറയുന്നതിലും ഇപ്പോൾ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8s Gen 3 വന്നതോടുകൂടി ആ ഒരു ഗ്യാപ്പ് അങ്ങ് ഫില്ലായി. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇവോൾവ്ഡ് V സീരീസ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഈ ഒരു V70 Eliteനെ വിളിക്കാമെന്നാണ്. എൻ്റെ സെയിൽ ഡേറ്റ് ഞാൻ കാണിച്ചൊരു സെയിൽ ഡേറ്റും അതേപോലെ ഓഫേഴ്സും പ്രൈസിങ്ങും ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു നല്ല ഓൾറൗണ്ടർ ക്യാമറ പെർഫോമൻസ് ഉള്ള, എന്നാൽ ക്യാമറ മാത്രമല്ലാതെ ഓവറോൾ പെർഫോമൻസ് ഉള്ളൊരു ഫോൺ നോക്കുന്നുണ്ടോ, അതും ഈ സ്നാപ്ഡ്രാഗൺ പോലെയുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ഉള്ളൊരു ഫോൺ നോക്കുന്നുണ്ടോ, വിവോ V70 Elite നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുറസല്ല ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മളിങ്ങനെ അടുത്ത വീഡിയോ കാണാം. ബൈ.